നമസ്തേ. പുതിയൊരു യോഗ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും യോഗ ചെയ്യാൻ പ്രിപ്പയർ ആയിട്ടിരിക്കുകയായിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ബ്രീത്തിങ് എക്സസൈസോട് കൂടി ആരംഭിക്കാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആനിമൽ ബ്രീത്തിങ് ആണ്, കാറ്റ് ബ്രീത്തിങ്. ഫസ്റ്റ് കൈമുട്ട് കാൽമുട്ടിനോട് ചേർത്ത് വെച്ച് ഇങ്ങനെ നിൽക്കാവുന്നതാണ്. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലോട്ട് നോക്കാം. ശ്വാസം വിട്ടുകൊണ്ട് താടി നെഞ്ചിലോട്ട് മുട്ടിച്ചു കൊടുക്കാം. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലോട്ടും ശ്വാസം വിട്ട് താഴോട്ടും. സ്പൈൻ്റെ മൊബിലിറ്റി കൂടാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. 10 തവണയോളം നിങ്ങൾക്കിത് റിപ്പീറ്റ് ആയിട്ട് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്വാസം എടുത്തുകൊണ്ട് വലത് കാൽ പിന്നോട്ട് നീട്ടുന്നു. ശ്വാസം വിട്ടുകൊണ്ട് ഈ കാൽമുട്ട് നെറ്റിയിലോട്ട് മുട്ടിക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് പിന്നോട്ട്, ശ്വാസം വിട്ടുകൊണ്ട് താഴോട്ട്. ഒരു കാല് 10 തവണ ചെയ്തതിന് ശേഷം ഓപ്പോസിറ്റ് കാലും നമുക്ക് ആവർത്തിക്കാം. ഓക്കെ, എല്ലാവരും നിവർന്നിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ പതുക്കെ നെക്ക് മുകളിലേക്ക് ഉയർത്തുന്നു. ശ്വാസം വിട്ടുകൊണ്ട് താഴോട്ട്. ഈ നെക്കിന് പതുക്കെ ഒരു റൊട്ടേഷൻ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് കൈകൾ രണ്ടും ഷോൾഡർ ലെവലിൽ പിടിക്കുന്നു. മുഷ്ടി ഷോൾഡറിലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കുന്നു. ടൈംസ് ഇങ്ങനെ ആവർത്തിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെവി ഷോൾഡറിലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഓരോ ഷോൾഡറും ജസ്റ്റ് റോൾ ചെയ്ത് താഴ്ത്തി കൊടുക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് മാണ്ഡൂകാസന ചെയ്യാം. വലത് കൈ നന്നായിട്ട് ഉയർത്തി കൊടുക്കാം. അത് ഇടത് ഷോൾഡറിലേക്ക് ടച്ച് ചെയ്ത് പിടിക്കാം. ഇടത് കൈ വലത് ഷോൾഡറിൻ്റെ പിൻഭാഗത്തോട്ടും പിടിച്ചു കൊടുക്കാം. നേരെ നിവർന്നിരിക്കാം. ഇതൊരു ചെസ്റ്റ് ഓപ്പണിംഗ് ആസനയാണ്. ഓക്കെ, ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരാം. അടുത്തതായിട്ട് നമുക്ക് മാണ്ഡൂകാസന പ്രാക്ടീസ് ചെയ്യാം. ഗോമുഖാസന പ്രാക്ടീസ് ചെയ്യാം. വലത് കൈ നന്നായി
സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. ബാക്കോട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കാം. ബാക്ക് സൈഡിലൂടെ ഇടത് കൈ ഇട്ട് കൊണ്ടുപോയി 2 കൈകളും ടച്ച് ചെയ്ത് പിടിക്കാവുന്നതാണ്. ഓക്കെ, ഇനി 2 കാലുകളും നീട്ടിയിരിക്കാം. വക്രാസന ചെയ്യാം. വലത് കാൽ മടക്കി വെക്കുക. ഇടത് കൈ ബാക്കിൽ, വലത് കൈ ബാക്കിൽ കുത്തിവെക്കാം. ഇടത് കൈ കൊണ്ട് നീട്ടി വെച്ച ഇടത് കാൽ മുട്ട് പിടിക്കാവുന്നതാണ്. ബാക്കിലോട്ട് നോട്ടം. തേർട്ടി സെക്കൻഡ്സ് അങ്ങനെ ഹോൾഡ് ചെയ്തതിന് ശേഷം ഓപ്പോസിറ്റ് കാലും ഇതേ രീതിയിൽ ആവർത്തിക്കുക. ഇടത് കാൽ മടക്കി വയ്ക്കാം. ഇടത് കൈ ബാക്കിൽ കുത്തിവെക്കാം. വലത് കൈ ഉപയോഗിച്ച് വലത് കാൽമുട്ട് പിടിക്കാം. അടുത്തതായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. സ്റ്റാൻഡിങ് ആസനാസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് ഡാൻസിങ് ശിവ പോസ് ചെയ്യാം. വലത് കാൽ മടക്കി വലത് കൈ കൊണ്ട് പിടിക്കാം. ഇടത് കൈ ഫ്രണ്ടിലോട്ട് നീട്ടിപ്പിടിക്കാം. ഇതൊരു ബാലൻസിങ് ആസനയാണ്. ഇങ്ങനെ ഹോൾഡ് ചെയ്ത് 30 സെക്കൻഡ്സ് പിടിച്ചതിന് ശേഷം ഓപ്പോസിറ്റ് കാലും ഇതേ രീതിയിൽ ചെയ്യാവുന്നതാണ്. അടുത്തതായി വൃക്ഷാസന പ്രാക്ടീസ് ചെയ്യാം. വലത് കാലെടുത്ത് ഇടത് തൈസിലോട്ട് വയ്ക്കാം. 2 കൈകളും സൈഡിലൂടെ ഉയർത്തി മുകളിൽ ചേർത്ത് പിടിക്കാം. ഇങ്ങനെ മുകളിൽ പിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് താഴെ ഇങ്ങനെ പിടിച്ചാലും മതി. ശേഷം ഓപ്പോസിറ്റ് സൈഡും ആവർത്തിക്കുക. അടുത്തതായി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അർദ്ധചക്രാസന. കാലുകൾ വി ഷേപ്പിൽ വെക്കാം. കൈകൾ ഹിപ്പിൽ കൊടുത്ത് ബാക്ക് സൈഡിലോട്ട് ബെൻഡ് ചെയ്യാവുന്നതാണ്. ശ്വാസം പിടിച്ചു വെക്കരുത്. പോസ് മാത്രം ഹോൾഡ് ചെയ്യാം. ഒരു തവണ കൂടി ആവർത്തിക്കാം. അടുത്തതായി വീരഭദ്രാസന പ്രാക്ടീസ് ചെയ്യാം. കാലുകൾ പരമാവധി അകലത്തിൽ വെക്കുക. വലത് കാൽ വലത് സൈഡിലോട്ട് വയ്ക്കാം. എന്നിട്ട് ആ കാലിലോട്ട് നമ്മൾ ഇരുന്ന് കൊടുക്കുന്നു. കൈകൾ രണ്ടും ഷോൾഡർ ലെവലിൽ പിടിക്കാവുന്നതാണ്. നീട്ടി വെച്ച കൈയിലോട്ട് നോട്ടം. തേർട്ടി സെക്കൻഡ്സിന് ശേഷം ഇടതുഭാഗവും ആവർത്തിക്കുക. മാറ്റിലോട്ട് ഇരിക്കാവുന്നതാണ്. റിലാക്സ് ചെയ്തിരുന്ന് ബ്രീത്തിങ് ഓക്കെ ആക്കാം. കണ്ണുകൾ അടച്ച് ബ്രീത്തിങ്ങിലോട്ട് ശ്രദ്ധിക്കാം. കൈകൾ രണ്ടും കൂട്ടി ഉരസി മുഖം മസാജ് ചെയ്ത് കണ്ണു തുറക്കാവുന്നതാണ്.
നമുക്ക് കുറച്ച് പ്രാണായാമസ് കൂടി പ്രാക്ടീസ് ചെയ്യാം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നാഡീശുദ്ധി പ്രാണായാമയാണ്. ഇടതു കൈ ചിന്മുദ്രയിൽ പിടിക്കാം. തമ്പും ഇൻഡെക്സ് ഫിംഗറും ജോയിൻ ചെയ്തുകൊണ്ട് മടിയിൽ വയ്ക്കാവുന്നതാണ്. വലതു കൈ നാസിക മുദ്ര. നമ്മുടെ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും മടക്കി വയ്ക്കാം. തള്ളവിരൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വലത് മൂക്ക് അടയ്ക്കാവുന്നതാണ്. വലതു മൂക്കിലൂടെ എടുക്കുന്ന ശ്വാസം ഇടതു മൂക്കിലൂടെ പുറത്തുവിടുന്നു. ഇടതു മൂക്കിലൂടെ എടുക്കുന്ന ശ്വാസത്തെ നമ്മൾ വലതു മൂക്കിലൂടെ പുറത്തുവിടുന്നു. ആൾട്ടർനേറ്റ് നോസ്ട്രിൽ ബ്രീത്തിങ്. ഇത് 2 മിനിറ്റ്സോളം നിങ്ങൾക്ക് ആവർത്തിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പുതിയ ഏതൊക്കെ ആസനാസാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നെല്ലാം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.